നിങ്ങൾ വിർച്വൽ റിയാലിറ്റി ഗെയിംസ് ആക്ടിവിറ്റികളൊക്കെ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. ഒരു ഹെഡ്സെറ്റ് വിത്ത് കവേർഡ് ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയ ഫീൽ അതേപടി തരുന്നു. പക്ഷേ അതിൽ നമുക്ക് നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ എയർ ടെക്നോളജി തികച്ചും വ്യത്യസ്തമാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നത് പ്രത്യേകിച്ച് ഡിവൈസ് ഒന്നും ആവശ്യമില്ല. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായാൽ മതി. ഒരു സ്ഥലത്ത് പോയ അതേ ഫീലും സൗണ്ടൊക്കെ കിട്ടുമെങ്കിലും ശരീരത്തിൽ ചലനങ്ങൾ ഉണ്ടാകുന്നില്ല. ഒരു യൂസറിന് അയാൾ കാണുന്ന അന്തരീക്ഷത്തിലെത്തിയ അതേ ഫീൽ ഉണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഗ്മെന്റഡ് റിയാലിറ്റി ഉള്ളത് ബാംഗ്ലൂരിലെ ഫൺ വേൾഡിലെ ഐ ഇലൂഷനിലാണ്. ഹായ് ഫ്രണ്ട്സ്, ബാംഗ്ലൂരിലെ സ്നോ സിറ്റിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബാംഗ്ലൂരിലെ MG റോഡിനടുത്തുള്ള സ്നോ സിറ്റി. ഇതിനു ചുറ്റുമാണ് ഫൺ വേൾഡ്, അണ്ടർ വാട്ടർ വേൾഡ്, അമ്യൂസ്മെന്റ് പാർക്ക്, പിന്നെ 3D വിഷ്വൽസ്, AR എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന ഐലൂഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ എല്ലാം ഒരു കോംപ്ലക്സിൽ വരുന്ന ഒരു അടിപൊളി പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ ആണ്. നമ്മൾ ഇന്ന് പോകുന്നത് ഐലൂഷനിലാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, തീർച്ചയായിട്ടും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കുറെ പേര് ജസ്റ്റ് ഒന്ന് കണ്ട് ഓടിച്ചു വിട്ടു പോകാറുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് മെയിൻ ആയിട്ട് ഫൺ വേൾഡിലെ ഐ ഇലൂഷനിലോട്ടാണ്. സ്നോ സിറ്റിയിൽ ഞാൻ മുന്നേ പോയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് നിന്ന ഫൺ വേൾഡിന്റെ കോംപ്ലക്സിലാണ്, അതായത് സ്നോ സിറ്റിയുടെ കൗണ്ടറിലാണ് സ്നോ സിറ്റിയുടെ ടിക്കറ്റും ഐലൂഷൻ, AR 3D സു, 9D സിനിമ, മാഡ് ലാബ്സ് തുടങ്ങിയ ആക്ടിവിറ്റികളൊക്കെ ഉള്ള ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ ഡിസ്റ്റൻസിൽ പോയി കഴിഞ്ഞാൽ വണ്ടർല പോലെയുള്ള അമ്യൂസ്മെന്റ് പാർക്കായ ഫൺ വേൾഡ് ഒക്കെ കാണാം. അതിന് സെപ്പറേറ്റ് എൻട്രൻസ് ടിക്കറ്റും കൗണ്ടറൊക്കെയാണ്. ഇവിടെ പാക്കേജുകൾ ഉണ്ട്, മാഡ് ലാബ്, ഗെയിമിംഗ്, ആർക്കേഡ്, മെയിൻ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റികളാണ് അതൊക്കെ. 9D സിനിമ നമ്മുടെ നാട്ടിലെ മാളുകളിലും പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അപ്പൊ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് പാക്കേജ് എടുക്കുക. അപ്പൊ ഞാൻ നേരെ ആ കോംപ്ലക്സിന്റെ ഉള്ളിലോട്ട് പോയി. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്നോ സിറ്റി, വാഷ്റൂം, ക്യാൻറ്റീൻ ഒക്കെ ഉള്ളത്. ഈ കാണുന്ന മുകളിലത്തെ ഫ്ലോറില്ലേ, ഈ മുകളിലത്തെ ഫ്ലോറിലാണ് ഐലൂഷൻ, മാഡ് ലാബ്, വിർച്വൽ റിയാലിറ്റി ഗെയിംസുകൾ ഒക്കെ ഉള്ളത്. അപ്പൊ ഞാൻ നേരെ അവിടേക്ക് പോവാണ്. അപ്പൊ നേരെ ഞാൻ ഫസ്റ്റ് പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3D AR അഥവാ ഓഗ്മെന്റഡ് റിയാലിറ്റി ഉള്ള സ്ഥലത്തോട്ടാണ്. ഐലൂഷൻ എന്നാണ് പേര്. ഒരു മാജിക്കൽ ഗാലറി കൂടിയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ നേരെ അതിന്റെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവാണ്. കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സ് ആണ് ഇവിടെ ഉള്ളത്. അവർ നിങ്ങൾക്ക് എല്ലാ ഗൈഡൻസും തരും. ഞാൻ നേരെ ടിക്കറ്റ് എടുത്ത് കയറാണ്. ടിക്കറ്റ് ഓൾറെഡി ഞാൻ കൗണ്ടറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ അവരുടെ സ്റ്റാഫ് നമ്മളോട് നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോൺ വേണം, ആൻഡ്രോയിഡ് ഫോണിലെ പ്ലേ സ്റ്റോറിലെ ഐലൂഷൻ ആപ്പ് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറയും. ഈ ഐഫോൺ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ആൻഡ്രോയിഡിൽ മാത്രമാണ് ഇവരുടെ ആപ്പ് അവൈലബിൾ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്തിരി നിരാശയാണ്. അതുകൊണ്ട് ഞാൻ പകർത്തിയ വിഷ്വലിന് ഇത്തിരി ക്വാളിറ്റി കുറവാണ്. ബട്ട് ഒരു കാര്യം മറക്കണ്ട, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓൺ ആക്കി വെച്ച് ഈ കാണുന്ന ഫോട്ടോസ്, പെയിന്റിങ്സ് ഒക്കെ കണ്ടില്ലേ, അവിടെ ഓരോ പെയിന്റിങ്ങിന്റെ അവിടെയുള്ള ഏരോയിൽ പോയി മാർക്കിൽ പോയി നിന്ന് ആ ആപ്പ് തുറന്നു നോക്കിയാലാണ് ഇത് ചലിക്കുന്ന ദൃശ്യങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ പോയിന്റിനനുസരിച്ച് പോസ് ചെയ്യുകയോ, നമ്മൾ ഈ ഇത് കണ്ടില്ലേ, ദിൽവാല ദുൽഹനിയ, പണ്ടത്തെ ഷാരൂഖ് ഖാൻ ബോളിവുഡ് സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ തും പാസ് ആയ ആ പാട്ടൊക്കെയുള്ള സിനിമയിലെ ക്ലൈമാക്സ് സീനാണ്. അപ്പൊ ഇത്തരം പെയിന്റിങ്സിന്റെ അവിടെ പോയിട്ട് നിങ്ങൾ പോസ് ചെയ്യുക. അതിനനുസരിച്ച് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറമാൻ ആ ഒരു ആരോ മാർക്ക് ഉണ്ട് ഓരോ പെയിന്റിങ്ങിന്റെയും സൈഡിലായിട്ട്, അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ പ്ലേ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം വിഷ്വൽസിന്റെ ചലിക്കുന്ന വീഡിയോസ് കിട്ടും. ഇതിന്റെ ഞാൻ പകർത്തിയ ചലിക്കുന്ന വീഡിയോസ് ഈ വ്ലോഗിന്റെ അവസാനം ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. അപ്പൊ അങ്ങനെ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഗാലറിയിലുള്ള പിക്ചേഴ്സിന്റെ ചലിക്കുന്ന വീഡിയോ കാണുള്ളൂ. പക്ഷെ ഇവിടെ കാണുന്ന എല്ലാ പെയിന്റിങ്സിനും ചലിക്കുന്ന ദൃശ്യം കിട്ടില്ല. അപ്പൊ ഏതൊക്കെ പെയിന്റിങ്സിനാണെന്നുള്ളത് ആ ചുമരിൽ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ടിക്കറ്റ് സ്ഥലത്ത് നിങ്ങൾ ആരോ മാർക്കിൽ പോയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറമാൻ പകർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസിന്റെ ചലിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടുന്നതായിരിക്കും. പിന്നെ പുറത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഗെയിംസ് കളിക്കാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ഐലൂഷന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പൊ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ടിക്കറ്റ് എടുക്കുക. ഒരു ഡെവിൽസ് ഹൗസ് ഉണ്ട്, അതിന്റെ വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. പിന്നെ 9D സിനിമാസ് ഉണ്ട്, വിർച്വൽ റിയാലിറ്റി ഉള്ളത്. ഞാൻ അതിന് കയറിയില്ല, മുന്നേ പോയിട്ടുള്ളതുകൊണ്ട്. അപ്പൊ ബെറ്റർ കോമ്പോസ് എടുക്കാണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുക ഓരോ ആക്ടിവിറ്റിയും. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് സ്നോ സിറ്റിയും ഐലൂഷനും ഒക്കെയാണ്. പിന്നെ 3D സൂ ഉണ്ട് ഇവിടെ. ഇപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ വരാണെങ്കിൽ ഇത്തരം മാഡ് ലാബ്സ് ആക്ടിവിറ്റീസ് എടുക്കുക. വിർച്വൽ റിയാലിറ്റി ഗെയിംസുകൾ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്തുള്ള അമ്യൂസ്മെന്റ് പാർക്ക് ഒക്കെ ഉണ്ട്. ഇത് AR 3D സൂ ആണ്. ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ ഈ മുകളിലത്തെ ഫ്ലോറിൽ തന്നെയാണ്, പുറത്തുനിന്ന് കിട്ടില്ല. 100 രൂപയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസ് ഒക്കെ വരുന്ന ഒരു റിയാലിറ്റി നിങ്ങൾക്ക് കിട്ടും. അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് അവർ മെയിൽ ചെയ്ത് തരുന്നതായിരിക്കും. ഐലൂഷനിലെ വീഡിയോ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ
ഓട്ടോമാറ്റിക് സേവ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് അവർ 1080 ഫോർമാറ്റിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അത് ഞാൻ പേഴ്സണലി ഈ 3 ആക്ടിവിറ്റികളാണ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ സ്നോ സിറ്റി പറയാൻ കാരണം സൗത്ത് ഇന്ത്യയിൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ബാംഗ്ലൂരിലെ സ്നോ സിറ്റി ആണ്. അപ്പൊ ഞാൻ മുന്നേ പോയിട്ടുള്ളതുകൊണ്ട് അതിന്റെ വിഷ്വൽസ് ഇടുന്നില്ല, ജസ്റ്റ് ഫോട്ടോസ് മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിൽ പോകാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ റൈഡുകളും സ്പേസും ലൈറ്റ് ആംബിയൻസും ഒക്കെ ബെറ്റർ ബാംഗ്ലൂരിലെ സ്നോ സിറ്റി ആണ്. പക്ഷെ 15 വയസ്സിന് മുകളിൽ 50 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ ഞാൻ സ്നോ സിറ്റി സജസ്റ്റ് ചെയ്യുള്ളൂ. ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. കാരണം -डिग्री ടെമ്പറേച്ചറിന് പറ്റിയ ഡ്രസ്സും ബൂട്ട്സും ഒന്നല്ല ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അത്ര പ്രൊട്ടക്റ്റഡ് അല്ല. അപ്പൊ കുഞ്ഞു മക്കൾക്കും മുതിർന്നവർക്കൊന്നും ഇവിടെ പറ്റില്ല. അപ്പൊ ഇവിടുത്തെ ഡെവിൾസ് ഹൗസിൽ കയറിയതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി ഈ വീഡിയോ കണ്ടിട്ട്. ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ മുകളിൽ നിന്ന് കിട്ടും. മെയിൻ ആയിട്ട് ടിക്കറ്റ് സ്നോ സിറ്റി, ഐലൂഷൻ, 90 സിനിമാസ്, വിർച്വൽ ഗെയിംസിനൊക്കെയാണ് മെയിൻ ടിക്കറ്റ് കൗണ്ടർ എന്ന് കിട്ടുള്ളൂ. ബാക്കിയുള്ള ആക്ടിവിറ്റികളൊക്കെ ഈ മുകളിൽ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അപ്പൊ എനിക്ക് അത്ര വലിയ പേടിയൊന്നും തോന്നിയില്ല. 150 രൂപയാണ് ടിക്കറ്റ്. എനിക്കൊരു വേസ്റ്റ് ഓഫ് മണി ആയിട്ടാണ് തോന്നിയത്. അപ്പോ വീഡിയോ കണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ കയറാം. ബട്ട് നമ്മളെ പോലെയുള്ളവർക്കൊക്കെ ചിരിയാണ് വരിക. ഇത് കണ്ടു കഴിഞ്ഞാൽ പേടിയൊന്നും തോന്നില്ല, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇതിനേക്കാൾ ബെറ്റർ ഞാൻ പറഞ്ഞല്ലോ വണ്ടർലയിലെ ഡെവിൾസ് ഏരിയ തന്നെയാണ്. പിന്നെ അമ്യൂസ്മെന്റ് പാർക്ക് ആയാലും വണ്ടർലയിൽ തന്നെയാണ് ഫൺ വേൾഡിന്റെ അമ്യൂസ്മെന്റ് പാർക്കിനേക്കാളും. പക്ഷേ നിങ്ങൾക്ക് വൺ ടൈം നിങ്ങൾ ബാംഗ്ലൂർ ടൂറൊക്കെ വരികയാണെങ്കിൽ എല്ലാ ആക്ടിവിറ്റികളും ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലീസിനൊക്കെ ആണെങ്കിൽ ബാംഗ്ലൂർ വണ്ടർലയിലൊക്കെ കയറണമെങ്കിൽ നിങ്ങൾ ഔട്ട് ഓഫ് സിറ്റിയിൽ പോകണം. അത്ര ദൂരം പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്ന എല്ലാ ആക്ടിവിറ്റികളും ഒറ്റയടിക്ക് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിന് പുറത്തൊരു കൗണ്ടർ കണ്ടില്ലേ, സ്നോ സിറ്റിയുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കൗണ്ടർ ആണ്. അപ്പൊ സ്നോ സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിൽ അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഈ കൗണ്ടറിൽ നിങ്ങൾക്ക് ഹാർഡ് ഓർ സോഫ്റ്റ് കോപ്പി വാങ്ങാവുന്നതാണ്. പിന്നെ ഇവിടെയുള്ള ക്യാൻറ്റീനിൽ നിങ്ങൾക്ക് വെജ് ക്യാൻറ്റീനാണ്, സ്നാക്സ് മാത്രം കിട്ടുന്ന ക്യാൻറ്റീൻ, ഫുഡൊക്കെ കഴിക്കാം. ഇതാണ് സ്നോ സിറ്റിയുടെ ആ ഒരു പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് സ്നോ സിറ്റി എനിക്ക് ബെറ്റർ, ഊട്ടി, കൊടൈക്കനാൽ, സൗത്ത് ഇന്ത്യയിലെ പല ഭാഗത്ത് കണ്ടെങ്കിൽ ഇവിടെയാണ് എനിക്ക് ബെറ്റർ തോന്നിയത്. പക്ഷെ ആ വൈബ് भाई सब गोलमाल है, गोलमाल है भाई सब गोलमाल है। അപ്പൊ ഞാൻ നേരത്തെ പോയപ്പോ ഐലൂഷനിൽ പോയപ്പോ പകർത്തിയ ആപ്പ് ത്രൂ പകർത്തിയ വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടത്. ഇതിന് തൊട്ടപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ AR സൂ, AR 3D സൂ എന്ന് പറയുന്ന അവിടെ കയറിയപ്പോഴുള്ള വിഷ്വൽസ് ആണിത്. അതിന്റെ വിഷ്വൽസ് നിങ്ങൾക്ക് അവർ മെയിൽ ചെയ്ത് തരുള്ളൂ. നമ്മൾ ജസ്റ്റ് അവിടെ അനിമൽസ് വരുമ്പോൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് മൂവ്മെന്റ് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ മറ്റുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് 90 സിനിമയാണ്. ഒരു ഹെൽമറ്റ് പോലെ കണ്ണിന്റെ മുകളിൽ വെച്ച് ഒരു തിയേറ്ററിന്റെ സീറ്റിൽ ഇരുന്ന് പിടിച്ച് നമ്മൾ ബോഡി മൂവ്മെന്റ് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ കിട്ടുന്ന ഒരു വിർച്വൽ റിയാലിറ്റിയാണ്. 90 സിനിമ ഞാൻ പല സ്ഥലങ്ങളിലും മുന്നേ പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ പോയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ പല കോമ്പോസ് ഉണ്ട്, അങ്ങനെ ഇഷ്ടമുള്ള ആക്ടിവിറ്റികൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. പിന്നെ സ്നോ സിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ, സ്നോ സിറ്റി ഒരു നല്ല പോയിന്റ് ആണ്. പക്ഷെ ത്തിനനുസരിച്ച് കയറാം. -डिग्री ടെമ്പറേച്ചർ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തണുപ്പ്, കുട്ടികൾക്കൊന്നും ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. പിന്നെ തീർച്ചയായിട്ടും എടുക്കേണ്ടത് ഇവിടെ ഐലൂഷനും ഈ AR സൂ ആണ്. തൊട്ടപ്പുറത്ത് ഫൺ വേൾഡ് അമ്യൂസ്മെന്റ് പാർക്ക് താല്പര്യമുള്ളവർക്ക് പോകാം. ബട്ട് ബെസ്റ്റ് നമ്മുടെ വണ്ടർല തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഫാമിലിക്ക് പറ്റിയ പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. പിന്നെ ഐലൂഷൻ ഏറ്റവും അതിന്റെ നല്ലൊരു പോയിന്റ് ഞാൻ തായ്ലാന്റിലെ ബാങ്കോക്കിലാണ് കണ്ടത്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ വന്നിട്ടുള്ളതിൽ ഏറ്റവും നല്ല പോയിന്റ് ബാംഗ്ലൂരിലെ ഫൺ വേൾഡിൽ ഐലൂഷൻ ആണ്. ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളാണ് ബാംഗ്ലൂർ പാലസ്, ബ്രിഗേഡ് റോഡ്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. അണ്ടർ വാട്ടർ വേൾഡ് ഇവിടെ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ ഇതില് ഐലൂഷന്റെ ആ ഒരു പിക്ചേഴ്സിന്റെ ആ ഒരു ഇത് ഇത്തിരി കൂടി ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഒരു സ്മൂത്ത്നെസ്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങളുടെ ക്യാമറമാൻ ഇവിടെ തന്നിരിക്കുന്ന ഈ പെയിന്റിങ്സിന്റെ അവിടെ ഓരോ പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1, 2, 3 വട്ടം പ്ലേ ചെയ്താലാണ് ആ ഒരു സൗണ്ടും മ്യൂസിക്കും ഒക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.